ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വർഷം വരുന്ന വിഷുബലം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിഷുവിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ മലയാള പുതുവർഷം ആരംഭമാണ്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ഉദിച്ച് 8 നാഴിക 2 വിനാഴികയ്ക്ക്, അതായത് രാവിലെ 9:32 കൊല്ലവർഷം 1201 ആണ്ട് മേടം 1 ആരംഭിക്കുന്നു. കുംഭക്കൂറിൽ വരുന്ന ചതയ നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും വരാഹകരണവും ശുഭ്രാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് ഇടവ രാശിയോദയ സമയത്ത് ഭൂമിഭൂതം കൊണ്ടാണ് മേടവിഷു സംക്രമം നടക്കുന്നത്. ഈ വിഷു സംക്രമ ഫലമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക. എന്നിരുന്നാലും ചില രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ഏറിയും ചില രാശിക്കാർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞുമുള്ള ഫലങ്ങളൊക്കെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇനി ഒരു രാശിയിൽ വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിൻ്റെ ഫലമായി അനുഭവപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിച്ച് പറയാം. കർക്കിടകൻ രാശിയിലുള്ള പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ ഫലമായി പല വിധത്തിലുള്ള അനാവശ്യ ചെലവുകൾക്കും ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാനൊക്കെ സാധിക്കും. പല കാര്യങ്ങളും മന്ദഗതിയിലാണ് നടക്കുകയുള്ളൂ. സാമ്പത്തിക ക്ലേശങ്ങളും ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അവിവാഹിതരുടെ വിവാഹം നടക്കാനുള്ള ഇടയുണ്ട്. പ്രണയ ജീവിതം കൂടുതൽ ഊഷ്മളമാകും. പാർട്ട്ണർഷിപ്പ് കൂടുതൽ മെച്ചപ്പെട്ടതായി തീരും. കുടുംബജീവിതം വളരെയേറെ സന്തോഷകരമായൊക്കെ മാറും. ആത്മീയതയിലും പുണ്യകർമ്മങ്ങളോടും താല്പര്യമൊക്കെ ഉണ്ടാകും. ആരോഗ്യപരമായി സമയം അനുകൂലമായിട്ട് കാണുന്നില്ല. ഭക്ഷണ ക്രമീകരണം നിർബന്ധമായും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി കാണുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ കഴിയുന്നതും ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്, വാഹനം എന്നിവയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ദൈവാധീന കുറവുള്ളതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തേണ്ട ഒരു സമയമാണിത്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി കാണുന്നു. വിദേശത്ത് ജോലിക്കായിട്ടും അതേപോലെ ഉപരിപഠനത്തിനും ഒക്കെ സാധ്യത തെളിയുന്നുണ്ട്. പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് അനുഭവപ്പെടുക. ഇവയെല്ലാം പൊതുവായ ഫലങ്ങൾ മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക് യോഗദശയോ അപഹാരമോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണഫലങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആയി തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അതേപോലെ തന്നെ ദോഷഭാവങ്ങളുടെ ബന്ധമുള്ള ഗ്രഹങ്ങളുടെ ദശയോ അപഹാരമോ ഒക്കെയാണ് നടക്കുന്നത് എങ്കിൽ മുകളിൽ പറഞ്ഞ ഈ ശുഭഫലങ്ങൾക്ക് കുറവും സംഭവിക്കാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.